നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. അടിപൊളിയാ. ആന്റി, ഇത് ആന്റിക്കുള്ളതാ, പട്ട് സാരി. അമ്മേ, ഇത് അമ്മയ്ക്ക്. എനിക്കോ? എന്തിനാ മോളെ ഇതൊക്കെ? പിന്നെ എന്റെ ആദ്യത്തെ ശമ്പളം ക്രെഡിറ്റ് ആയി, അതുകൊണ്ടാണ് എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങിയത്. അനാമികെ, ഞങ്ങൾക്കെല്ലാവർക്കും തന്നു, എന്നാൽ അച്ഛന്. അയ്യോ, അച്ഛന്റെ കാര്യം ഞാൻ മറന്നുപോയല്ലോ. അയ്യോ, സോറി അച്ഛാ. സാരമില്ല മോളെ, മറ്റുള്ള എല്ലാവർക്കും വാങ്ങിയത് തന്നെ എനിക്ക് വലിയ സന്തോഷ. എന്താ ദേവേട്ടാ, അവൾ അഭിനയിക്കുന്ന പോലും ഏട്ടന് മനസ്സിലാവുന്നില്ലേ? അവളാണോ ഏട്ടനെ മറക്കാൻ പോകുന്നേ? അതെങ്ങനെയാ എന്റെ അച്ഛനെ ഞാൻ മറക്കുന്നേ? കോസ്റ്റ്ലി ഗിഫ്റ്റ് തന്നെ അച്ഛന് വേണ്ടിട്ട് ഞാൻ വാങ്ങിയത്. ബ്രാൻഡഡ് വാച്ച്. അച്ഛ, കൈ കാണിച്ചേ. അച്ഛാ, ഇന്ന് ഓഫീസിൽ എന്താ നടന്നേന്നറിയോ അച്ഛന്? എന്താ ഉണ്ടായേ? നിങ്ങളും എന്നെ പോലെ മിസ്റ്റർ ദേവരാജനെ റോൾ മോഡൽ ആക്കിയെടുത്തോളൂ. ബോസ്, അച്ഛനെയാണ് റോൾ മോഡൽ ആക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്ത് സന്തോഷമായിന്നറിയോ? അതുമാത്രല്ല, എന്റെ ടീം മെമ്പേഴ്സ് എല്ലാരും അച്ഛന് വേണ്ടിയിട്ട് കൈയടിച്ചപ്പോ എനിക്ക് അത്രയ്ക്ക് സന്തോഷായി. എന്തൊരു അഭിമാനം തോന്നിയെന്നറിയോ? ശരിക്കും പറഞ്ഞ യു ആർ ഗ്രേറ്റ്. എന്താ ചേച്ചി, ഇതെല്ലാം കേട്ടിട്ട് ചേച്ചി ചുമ്മായിരുന്നോ? പിന്നെന്ത് ചെയ്യാനാ ഞാൻ? ഞാനാണ് ഗ്രേറ്റ് ദേവരാജയുടെ മോളെന്ന് പറഞ്ഞ ഓഫീസ് മുഴുവൻ ഇളകി മറിയില്ലേ? അത് ശരിയാണല്ലോ. നീ എന്താ അങ്ങനെ പറയാഞ്ഞേ? അച്ഛാ, ഞാനത് നേരത്തെ അവരോട് പറഞ്ഞിരുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ ഇത്രയും നടന്നതിന് ശേഷം ഞാനത് പറയുമ്പോ പിന്നെ എല്ലാരും എന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് കാണാൻ തുടങ്ങും. അങ്ങനെ ഒരു അറ്റൻഷൻ എനിക്ക് വേണ്ട. ഓഫീസിലെ കാര്യങ്ങൾ വലിയ സന്തോഷത്തിലാണല്ലോ പറയുന്നത്. അതില്ലാതാക്കാൻ എന്തെങ്കിലും ചെയ്യണം. ഓഫീസിലെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ബഹുമാന സ്നേഹമൊക്കെ എന്റെ ജോലി കണ്ടിട്ട് തരുന്നതായിരിക്കണം. അത് തന്നെയാണ് എനിക്കും ഇഷ്ടം. അച്ഛൻ കാരണം എനിക്ക് കിട്ടുന്ന അംഗീകാരത്തെക്കാളും അച്ഛന് ഞാൻ കാരണം ഉണ്ടാകുന്ന അഭിമാനമല്ലേ ഏറ്റവും നല്ലത്. അച്ഛന്റെ അഭിപ്രായം എന്താ? ഞാനെന്ത് പറയാനാടാ, മോൾ ഈ അച്ഛൻ എന്നും അഭിമാനം തന്നെയാ. വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയണ്ട. ഇതുവരെയായിട്ടും ഞാൻ അവിടെ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല, അതാണ് സത്യം. പക്ഷെ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് സക്സസ് ആവും. അന്ന് ഞാൻ എല്ലാരോടും പറയും ദേവരാജന്റെ മോളാണെന്ന്. അതുകൊണ്ടാ നാളെ സെമിനാറിന്റെ ആവശ്യത്തിനായിട്ട് ഊട്ടിയിലേക്ക് പോന്നേ. ഊട്ടിക്കോ? പെട്ടെന്നെന്താ ഇങ്ങനൊരു യാത്ര? അതെ അമ്മേ, നാളെ രാവിലെ എന്റെ ബോസിന്റെ കൂടെ ഒരു ആനിമേഷൻ സെമിനാറിന് വേണ്ടിയിട്ട് ഊട്ടിയിൽ പോണ്ട ആവശ്യമുണ്ട്. 2 ദിവസം അവൾ സ്റ്റേ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്താ ആലോചിക്കുന്നേ? ഞാൻ പോകുന്നതില് അച്ഛനെന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? അങ്ങനെയൊന്നുമില്ല മോളെ. നീ നിന്റെ പ്രോജക്റ്റിന് വേണ്ടിയല്ലേ പോകുന്നേ, ധൈര്യമായിട്ട് പോയിട്ട് വാ. പക്ഷേ ഒറ്റയ്ക്കാ പോകുന്നേ, ശ്രദ്ധിച്ചോണേ. ഒറ്റയ്ക്കല്ലച്ചാ, എന്റെ ബോസ് ഋഷിയുടെ കൂടെ പോകുന്നേ. ഐ ആം 100% സേഫ്. അച്ഛൻ ടെൻഷൻ ആവുന്ന പോലെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ. കൽപ്പനെ തലവൻ എടുത്തിട്ട് പോയാ ഒരു കാപ്പി എടുത്തോണ്ട് വാ. പയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. വാങ്ങിക്കണോ അച്ഛാ? കാശ് ബ്ലൂടൂത്ത് സ്പീക്കർ വേണോ അച്ഛാ? ഞാൻ ഷട്ടിൽ ബാറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ നിനക്കെന്താ സ്പീക്കർ ആവേണ്ടേ? എനിക്ക് ഷട്ടിൽ ബാറ്റ് വേണ്ട പോലെ എനിക്ക് സ്പീക്കർ വേണം. അതില് പാട്ട് ക്ലിയർ ആയിട്ട് കേട്ട് കഴിഞ്ഞപ്പോ നേരെ അങ്ങ് പാടാൻ പോയല്ലോ. നീ ഒന്ന് പാടാ.
അച്ഛാ എനിക്ക് സ്പീക്കർ വേണോ അച്ഛാ? എനിക്ക് ബാറ്റ് വേണോ അച്ഛാ? സ്പീക്കർ വേണോ അച്ഛാ? അച്ഛാ ബാറ്റ് അച്ഛാ, ബാറ്റ് വേണം ബാറ്റ്. മിണ്ടരുത്. ഇപ്പൊ എന്താ, നിനക്ക് സ്പീക്കർ വേണം, നിനക്ക് ബാറ്റ് വേണം, അതെ. അത്രയല്ലേ ഉള്ളൂ. നിന്റെ ചേട്ടൻ ഇപ്പൊ ശമ്പളം കൊണ്ട് വരില്ലേ, അതിങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാ പോയി വാങ്ങിച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലേ? എന്താടാ ഇത്? നിക്ക്, ഇതാണ് ഇപ്പൊ ആവശ്യം. ഇതേ ഏട്ടാ, എന്തിനാ എന്നെ പിടിച്ച് മുട്ടടിപ്പിക്കുന്നതല്ലേ? ഒരു ഷട്ടിൽ ബാറ്റ് വാങ്ങി തരാൻ വയ്യല്ലേ? എടാ ആ കാര്യം വിട്, ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ, മിണ്ടാതിരിക്കെ. അതെ, ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കിക്കോ. അല്ല, ഉം, നീ വയ്യാതെ രാവിലെ തൊട്ട് കിടക്കുവാണെന്നല്ലേ പറഞ്ഞത്, ഉം. എന്നിട്ടിപ്പോ വടി പോലെ നിൽക്കുന്നു. അച്ഛാ, അച്ഛന് അമ്മയ്ക്കൊരു മരുന്ന് കൊടുത്തില്ലേ? അത് അമ്മയുടെ ആസ്മയുടെ പ്രശ്നത്തിന് വളരെ നല്ലതായിരുന്നു അച്ഛാ. അല്ല, അത് എവിടുന്നാ വാങ്ങിയത്? അത് വളരെ കഷ്ടപ്പെട്ട് എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് വാങ്ങിക്കൊണ്ട് വന്നാ ഞാൻ. അങ്ങനെയാണെങ്കിൽ ഇനി അത് തന്നെ കണ്ടിന്യൂ ചെയ്യാച്ച. ആ പഴയ മരുന്ന് വേണ്ട. അത് കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ആൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ അയാളോട് ചോദിച്ചു വാങ്ങിച്ചു കൊടുത്തോളാം. സാറേ, ഏതവനത്? സാറേ, നമസ്കാരം സാർ. ദേ നോക്ക്, ഡൊണേഷന് വേണ്ടിയാണെങ്കിൽ മോൻ വീട്ടിലുള്ളപ്പോ വരണം, ഇങ്ങനെ തോന്നിയെടുത്ത് കയറി വരരുത്. എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ EMI കളക്ട് ചെയ്യാൻ വന്നതാ. ലോൺ എടുത്ത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC ഒക്കെ ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയില്ലേ? ഫസ്റ്റ് EMI എന്താ അടയ്ക്കാഞ്ഞത്? കൂൾ കൂൾ, EMI അടയ്ക്കണം, അത്രേ ഉള്ളൂ. മോൻ ഇങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചോണ്ട് പോയിക്കോന്നേ. നിങ്ങളുടെ മോനിന് എപ്പോ വരുമെന്ന് കരുതിട്ടാ ഞാൻ ഇവിടെ കാത്തു നിൽക്കേണ്ടത്. ഇന്ന് നിങ്ങൾ പേയ്മെന്റ് അടച്ചില്ലെങ്കിൽ നാളെ പിന്നെ പെനാൽറ്റി ആയിട്ട് കൂടുതൽ പൈസ അടയ്ക്കേണ്ടി വരുമെന്ന് അറിയില്ലേ? കൂടുവാണെങ്കിൽ കൂടട്ടെ, അതിനിപ്പോ നിങ്ങൾക്ക് എന്താ? നല്ല ഭാഗ്യവാനാ നിങ്ങള്, കൃത്യസമയത്തല്ലേ അവൻ വന്നത്. വാമനെ ചുമ്മാതെ EMI മറ്റേത് മറിച്ചെന്ന് പറഞ്ഞ് മനുഷ്യൻ മെനക്കെടുത്താനായിട്ട് ശമ്പളം കിട്ടിയില്ലേ? വാങ്ങാതെ ഞാൻ പറഞ്ഞില്ലേ, നീ പോയി കാപ്പി കുടിക്കണം. ചേട്ടാ എനിക്കൊരു ഷട്ടിൽ ബാറ്റ് വാങ്ങി തരണേ പ്ലീസ്. ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ചേട്ടാ. കറക്റ്റ് ആയിരിക്കും, പൊയ്ക്കോ. ഹലോ, ഇങ്ങോട്ട് വന്നേ. എന്താ സാർ? എന്തിനാ വെറുതെ ടെൻഷൻ ആകുന്നേ? പുതിയതായിട്ട് ജോയിൻ ചെയ്താ? EMI ഒക്കെ കളക്ട് ചെയ്യാൻ വരുമ്പോ അതിന് ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. EMI കെട്ടാതിരുന്നാൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം SMS അയക്കണം, ഞാനത് നോക്കില്ല. പിന്നീട് നിങ്ങൾ മെയിൽ അയക്കണം, അത് ഞാൻ തുറന്നു പോലും നോക്കില്ല. അതിനുശേഷമാണ് ഫോൺ ചെയ്യേണ്ടത്, അത് അറ്റൻഡ് ചെയ്തുമില്ല. പിന്നീട് വീണ്ടും ഫോൺ ചെയ്യണം, ഞാനതങ്ങ് ബ്ലോക്ക് ചെയ്യും. അതിനുശേഷമാണ് വീട്ടിലേക്ക് വരേണ്ടത്. വീട്ടിനകത്തിരുന്നോണ്ട് ഞാൻ ഇല്ലാന്ന് കളവ് പറയും. അതിനുശേഷം ഗുണ്ടകളെയും കൂട്ടി വരണം, അപ്പോഴാണ് ഞാൻ പുറത്തേക്ക് വരിക. അതൊന്നും ചെയ്യാണ്ട് ഫസ്റ്റ് EMIക്ക് വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നെ ഞാനെന്താ ചെയ്യാ? മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കി, ഈ വേലായുധന്റെ വീട്ടിലേക്ക് വന്നാലേ വകുപ്പ് പഠിപ്പിക്കാണ്ട് വിടൂല, മനസ്സിലായോ? അടുത്ത പ്രാവശ്യം എന്താ ചെയ്യേണ്ടത്? മെസ്സേജ് അയക്കണം സാർ. വെരി ഗുഡ്, പൊയ്ക്കോ. മണ്ടൻ. ഷട്ടിൽ ബാറ്റ് പ്ലീസ് സ്പീക്കർ. മുഴുവൻ ശമ്പളം അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ. എന്തോന്ന്? എന്റെ അടുത്ത് മുഴുവൻ ശമ്പളം തന്നോ? 1 ലക്ഷം രൂപയല്ലേ ശമ്പളം? ഇത് 75,000 ഉള്ളൂ, ബാക്കി 25,000 അത് ചെലവായി പോയി അച്ഛാ. ചെലവായെന്നോ? അല്ലടാ, 25,000 രൂപയ്ക്ക് എന്താ ഇത്രയധികം ചെലവ്? ഓഫീസിലുള്ള എല്ലാവരും സ്റ്റാർ ഹോട്ടലിൽ ട്രീറ്റ് വെച്ചു, അങ്ങനെ ചെലവായി പോയതാ. എന്താ ഇത്? നിനക്കൊരു അല്പമെങ്കിലും വിവരമുണ്ടോ? എന്തെല്ലാം ആവശ്യങ്ങൾ ഇവിടെയുണ്ട്, അപ്പൊ ട്രീറ്റ് ആണോ നിനക്ക് മുഖ്യം? ശരി, അത് വിട്. ഓഫീസിൽ നിന്ന് ആദ്യത്തെ ശമ്പളം വാങ്ങിയതല്ലേ? ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് പാർട്ടി നടത്താൻ പറഞ്ഞ പിന്നെ അവനെന്ത് ചെയ്യും? അല്ലെങ്കിൽ അച്ഛനും മോനും വീടിനെ കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. എന്നോട് വന്ന് വഴക്കടിക്കാൻ മാത്രം അറിയാം. വീട്ടിലാണെങ്കിൽ പെണ്ണിന്റെ കല്യാണ ചർച്ചകൾ നടക്കുന്നു, അതിനെക്കുറിച്ച് രണ്ടുപേർക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? അമ്മേ, അങ്ങനൊക്കെ ബുദ്ധിമുട്ടിയിട്ട് എനിക്ക് കല്യാണം നടത്തണ്ട അമ്മേ.